ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗ്രഹിച്ചത് എത്തിപ്പിടിക്കാനായില്ലെങ്കിൽ പകരം എന്തെങ്കിലും എന്നത് ഉത്തരമാവുന്നില്ല. നെപ്പോളിയൻ ഹില്ലിന്റെ വാക്കുകളാണിത്. നിങ്ങൾക്ക് സമ്പന്നനാവണമെങ്കിൽ ഉറക്കത്തിൽ സമ്പന്നത കണ്ടെത്തുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ സമ്പന്നനാവുക. ഇന്നത്തെ കാലത്ത് കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നവരുണ്ടാവും, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവും. അവരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും: എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞാൻ എങ്ങനെയാണ് സമ്പന്നനാവുക? അല്ലെ? സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാനോ ഞാൻ സമ്പന്നനാണെന്ന് ചിന്തിക്കാനോ നിങ്ങൾക്ക് കാശ് കൊടുക്കേണ്ടതില്ലല്ലോ. ഇനി വിദ്യാഭ്യാസമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവരോടൊരു കാര്യം: വിദ്യാഭ്യാസത്തിന് ധനവുമായി യാതൊരു ബന്ധവുമില്ല. സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത തോമസ് ആൽവ എഡിസൺ ആണ് നിപുണതയോടെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. സ്വത്തും ധനവും ഒന്നും നിങ്ങളുടെ പരിധിക്ക് അപ്പുറമല്ല. ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്തുമാകാം. അടുത്ത ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ പണം, പെരുമ, ബഹുമതി എന്നീ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. വിദ്യാഭ്യാസം ജീവിത വിജയം ഉറപ്പാക്കുന്നു എന്ന സാമാന്യ ധാരണ ശരിക്കും അബദ്ധം തന്നെയാണ്. വിദ്യാഭ്യാസവും സമ്പന്നതയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ജീവിത വിജയം കൈവരിച്ച പലരും വിദ്യാഭ്യാസം വളരെ കുറവുള്ളവരാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോരിയെടുക്കാവുന്നത്ര വെള്ളം ശേഖരിക്കുന്ന ആവി എഞ്ചിൻ പോലെയായിരുന്നു എന്റെ വിദ്യാഭ്യാസം എന്നാണ് ജോൺ വാണാമേക്കർ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ഓട്ടത്തിന് പോലും ഉതകാത്ത അളവ് കുറഞ്ഞ തീവണ്ടി എഞ്ചിന്റെ വെള്ള സംഭരണി പോലെ നിസ്സാരമായ മാത്രയിലാണ് ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ വിദ്യാഭ്യാസം കിട്ടിയത് എന്നാണ് ടിപ്പണി പറയുന്നത്. ഹെൻറി ഫോർഡ് ആകട്ടെ കോളേജ് പോയിട്ട് ഹൈസ്കൂൾ കൂടി കണ്ടിട്ടില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വില കുറിച്ച് കാണിക്കാനല്ല ഞാൻ ഇതെല്ലാം പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തിലും അവനവന്റെ ജീവിതത്തെ ഉയർന്ന ശ്രേണികളിൽ എത്തിക്കാനും ഐശ്വര്യ സമൃദ്ധി കൈവരിക്കാനും ജീവിത രീതി തന്റെ കൈപ്പിടികളിൽ ഒതുക്കാനും നമുക്കെല്ലാം സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞത്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അവർക്കെല്ലാം കാര്യങ്ങൾ നടന്നു കിട്ടുമെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അവരെല്ലാം വലിയ വലിയ ആൾക്കാരായത് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷമാണ്. ഇലക്ട്രിക് ബൾബ് പൂർണ്ണ വിജയത്തിൽ കണ്ടെത്തുന്നതിന് മുന്നേ 10,000 തവണ അദ്ദേഹം തോമസ് ആൽവ എഡിസൺ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി. അതുകൊണ്ടാണ് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിയതും ഫേമസ് ആയതും. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തില് നമ്മൾ വിജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാക്കി ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർത്താൻ നമുക്ക് പറ്റും. അതിന് നമ്മുടെ ഉള്ളിലെ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തിയാണ്, ഒരു ബേണിംഗ് ഡിസയർ ആണ്. താൽക്കാലികമായ തോൽവിയിലും മനം നൊന്ത് ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് മിക്ക പരാജയങ്ങളുടെയും കാരണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇത്തരത്തിലുള്ള വീഴ്ച പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാലിഫോർണിയയില് സ്വർണ്ണ ഖനനം എല്ലാവരുടെയും തലയ്ക്ക് പിടിച്ചിരുന്ന സമയത്ത് ശതകോടീശ്വരനായിരുന്ന ആർയു ഡാർബിയുടെ അമ്മാവന്മാരിൽ ഒരാള് ആ അമേരിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പോയി കുഴിച്ചാൽ സ്വർണം കിട്ടുമെന്നറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തി. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാവുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സ്വർണം മനുഷ്യരുടെ തലച്ചോറിൽ നിന്ന് കുഴിച്ചെടുക്കാനാവും എന്ന് അയാൾക്ക് അറിയാമായിരുന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമുക്ക് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുഴിച്ചെടുക്കാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ സ്വർണത്തെക്കാൾ വിലയുള്ള കാര്യങ്ങൾ കുഴിച്ചെടുക്കാൻ സാധിക്കുമെന്ന്? എന്തായാലും അയാള് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തെത്തി കുഴിച്ചു തുടങ്ങി. ആയുധങ്ങളും എല്ലാമായിട്ടാണ് കുഴിക്കാൻ വന്നത്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് അവര് കുഴിച്ച് സ്വർണം കണ്ടെത്തി. പക്ഷെ അതിന് ആഴ്ചകളുടെ അധ്വാനം ആവശ്യമായിരുന്നു. അങ്ങനെ അയാള് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് സ്വർണത്തിന്റെ അയിര് കണ്ടെത്തിയത്. പക്ഷെ കൂടുതൽ സ്വർണ്ണയര് കുഴിച്ചെടുക്കാൻ ഒരുപാട് യന്ത്ര സാമഗ്രികൾ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവര് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വീണ്ടും ബന്ധുമിത്രാദികളിൽ നിന്നെല്ലാം കടം വാങ്ങിയും ഒരുപാട് ആളുകളിൽ നിന്നെല്ലാം പൈസ കടം മേടിച്ച് വീണ്ടും ഖനിയിലേക്ക് തിരിച്ചെത്തുകയാണ്.
അങ്ങനെ അവര് വീണ്ടും വേണ്ട യന്ത്ര സാമഗ്രികളെല്ലാം വാങ്ങിച്ച് വീണ്ടും കുഴിച്ചു തുടങ്ങി. അവർക്ക് ആദ്യത്തെ ലോഡ് അയച്ചു കഴിഞ്ഞപ്പോ ആ പ്രദേശത്തെ സ്വർണധാതു ഏറ്റവും കൂടുതലുള്ള ഖനിയാണിതെന്ന വാർത്ത പരന്നു. കുഴിക്കാനുള്ള ഡ്രില്ലുകൾ ആഴം തേടിപ്പോയി. പക്ഷെ അവര് പിന്തുടർന്ന സ്വർണ്ണ ഞരമ്പിന്റെ വണ്ണം നേർത്തു വന്നു. അവസാനം അതില്ലാണ്ടായി. അതോടെ ഇവരെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ മോഹങ്ങളെല്ലാം അവസാനിച്ചൊരവസ്ഥയിലെത്തി. സ്വർണകുംഭം എന്തുകൊണ്ടോ അപ്രത്യക്ഷമായി എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. കാണാതായ സ്വർണ്ണ ഞരമ്പിനെ വീണ്ടും തേടി പിടിക്കാനായിട്ട് അവര് ഭ്രാന്തന്മാരെ പോലെ അവിടെയും ഇവിടെയും എല്ലാം കുഴിച്ചു നോക്കി. പക്ഷെ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. വീണ്ടും കുഴിച്ചു, പക്ഷെ എല്ലാം നിഷ്ഫലമായിരുന്നു. അവസാനം ഒരുപാട് യന്ത്ര സാമഗ്രികളും ഈ സ്വർണം കുഴിക്കുന്ന ആ വയലും മാത്രം ബാക്കിയായി. അപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് അവര് അവസാനം മടങ്ങി പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്വേഷണം അവസാനിപ്പിച്ച് അവര് മടങ്ങി പോകാൻ തീരുമാനിച്ച് ഈ യന്ത്രങ്ങളും ആ സ്ഥലവും എല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഉള്ള കടങ്ങളുമായി നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപകരണങ്ങളും ആ ഭൂമിയും വാങ്ങിയ ആള് ഈ യന്ത്രങ്ങളെല്ലാം ആക്രിവിലയ്ക്ക് വിൽക്കുന്നതിന് മുമ്പ് തന്റെ പൊട്ടഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് തീരുമാനിച്ചു. അയാൾ ഒരു മൈനിങ് എഞ്ചിനീയറെ വിളിച്ചു കൊണ്ടുവന്ന് ഖനി ഒന്നുകൂടെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എഞ്ചിനീയർ വന്നു. ആ ഖനി നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, ഖനിയുടെ ഉടമസ്ഥർ ഖനിയെ കുറിച്ച് തീരെ അറിവില്ലാത്തവരായിരുന്നു എന്ന് തോന്നുന്നു. ധാതു ഞരമ്പുകൾ എവിടെ എങ്ങനെ നിലനിൽക്കുന്നു, എവിടെ എങ്ങനെ തുടങ്ങുന്നു എന്നറിയാത്തത് കൊണ്ടാണ് പുതിയ ഞരമ്പ് എവിടെ തുടങ്ങുന്നു എന്നറിയാനാവാതെ പോയത്. അയാളുടെ കണക്കുകൾ പ്രകാരം ഡാർബി കുഴിച്ചതിന്റെ കൃത്യം 3 അടി അകലെയായി പുതിയ സ്വർണ്ണ ഞരമ്പ് കിടപ്പുണ്ടായിരുന്നു. പുതിയ അവകാശികളുടെ വിധി അതോടെ മാറിമറിഞ്ഞു. ഉപേക്ഷിക്കുന്നതിന് മുമ്പ് വിദഗ്ധോപദേശം വാങ്ങിച്ച് ഒരു ശ്രമം കൂടി നടത്താൻ തയ്യാറായതുകൊണ്ട് മാത്രം ആക്രി കച്ചവടക്കാരന് കൊടുക്കേണ്ട ആ യന്ത്രങ്ങൾ കൊണ്ട് കോടികൾ മൂല്യമുള്ള സ്വർണ്ണ അയിര് അതേ ഖനിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ സാധിച്ചു. പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ശ്രമങ്ങൾ പലതും ഇങ്ങനെയാണ്. നമുക്ക് വേണ്ട ഖനി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നിരിക്കെ നമ്മൾ ഇതെല്ലാം പുറത്തന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പലപ്പോഴും നമുക്ക് വേണ്ടാത്തതിനെ ആലോചിച്ച് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതം പാഴാക്കുന്നത്. പാസ്റ്റ് കഴിഞ്ഞു പോയി, ഫ്യൂച്ചർ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ളത് പ്രസന്റ് ആണ്. ആ പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ നല്ലതാക്കി മാറ്റുന്നത്. വിദഗ്ധ ഉപദേശം എടുക്കാനായിട്ട് ഒരുപക്ഷെ നമുക്ക് ചെലവ് വന്നേക്കാം. പക്ഷെ അതിന്റെ ഇരട്ടി, എത്രയോ ഇരട്ടിയാണ് നമുക്കുണ്ടാകുന്ന ലാഭം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെൽപ്പ് വേണ്ട സമയത്ത് നമ്മൾ ഹെൽപ്പ് എടുക്കണം. അതിന് വേണ്ടുന്ന എമൗണ്ട് നമ്മൾ മുടക്കാൻ റെഡി ആയിരിക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെല്ലാം എത്തിപ്പിടിക്കാൻ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിലോ എന്ത് രസമായിരിക്കും അല്ലേ? മനസ്സിൽ നാം കൊണ്ടു നടക്കുന്ന ചിന്തകൾ നമ്മുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിച്ച് ആകർഷണ ശക്തിയുള്ള കാന്തക്കല്ലായി മാറ്റുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതചര്യ, ജീവിത രീതികൾ, സാഹചര്യങ്ങൾ ഇവയെല്ലാം മനസ്സിൽ തലയുയർത്തി നിൽക്കുന്ന വിചാരധാരയ്ക്ക് യോജിച്ച തരത്തിലാക്കി മാറ്റുന്നു ഈ കാന്തക്കല്ല്. കാലങ്ങൾ നീണ്ട കഠിന പ്രയത്നമല്ല, മറിച്ച് സമ്പദ് സമൃദ്ധിക്ക് ആക്കം കൊടുക്കുന്നത് അതിന് ചേരുന്ന മാനസിക നിലയും പൊരുത്തപ്പെട്ടു നിൽക്കുന്ന വ്യക്തമായ ലക്ഷ്യബോധവുമാണ്. അസാധ്യം എന്ന വാക്ക് സാധാരണ ജനങ്ങളുടെ ദൗർബല്യമാണ്. അതൊരു മനോവൈകല്യം തന്നെയാണ്. എന്നാൽ വിജയബോധം മനസ്സിൽ നിറയ്ക്കുന്നവർക്ക് മാത്രമേ വിജയം കരസ്ഥമാക്കാനാകൂ. നമുക്ക് ജയിക്കുവാൻ ആവശ്യമായ തീജ്വാല നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നിറയ്ക്കണം. എല്ലാ നേട്ടങ്ങളുടെയും ആരംഭ ബിന്ദു നമ്മുടെ ഇച്ഛാശക്തിയാണ്. അതായത് ഒരു ബേണിംഗ് ഡിസയർ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സമ്പത്തിലേക്കുള്ള 1ാം പടിയാണിത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.